ദൈവത്തിന് സ്തോത്രം. ഈ വിലയേറിയ സമയത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 55 സങ്കീർത്തനം 17-18 വാക്യങ്ങൾ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 55-17-18 വാക്യങ്ങൾ. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുത്തു വരാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. പ്രിയരെ, ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ പ്രാർത്ഥനയും പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന മറുപടിയുമാണ് ഈ രണ്ട് വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് തൊട്ട് അടുത്ത വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജീവിതത്തിൽ വിഷയങ്ങളും ആവശ്യങ്ങളുമുണ്ടോ? പ്രാർത്ഥിക്കാനായി തുടങ്ങാം. നിശ്ചയമായിട്ടും വലിയ ദൈവിക മറുപടികളും ഇടപെടലുകളും വെളിപ്പെടുവാനായി തുടങ്ങും. ദൈവം പ്രവർത്തിക്കാനായി തുടങ്ങും. ഈ വാക്യത്തിനകത്ത് പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥനയെ കേട്ടു. ദൈവം പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ. രാവിലെ എനിക്ക് പറയുവാനുള്ളത് അതാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ, ദൈവത്തോട് പ്രാർത്ഥിച്ച മനുഷ്യന് ചുറ്റും കയർത്ത് നിൽക്കുന്ന അനേകരുണ്ടായിരുന്നു. എതിരായി ശബ്ദമുയർത്തുന്ന, തകരുന്നതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, വലിയ പ്രതിസന്ധികളെ ഉയർത്തിവിടുന്ന ഒരു വലിയ സമൂഹത്തിന്റെ നടുവിൽ സങ്കീർത്തനക്കാരൻ എത്തപ്പെട്ടു. ഒരു പക്ഷേ ഇന്ന് പകൽ പരമാർത്ഥ ഹൃദയത്തോട് പറഞ്ഞാൽ ഒരു കൂട്ടം പ്രതിസന്ധികളുടെ നടുവിൽ മുൻപിലോട്ട് പോകുവാൻ കഴിയാതെ, പിന്മാറി പോകുവാൻ കഴിയാതെ, വശങ്ങളിലേക്ക് തിരിയുവാൻ കഴിയാതെ ആകുലതകൾ ജീവിതത്തിൽ മൂടിയിരിക്കുന്നെങ്കിൽ, പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നെങ്കിൽ, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തോടെ വേദനയോടെ ഇരിക്കുന്നെങ്കിൽ, ഈ തിരുവചനം പറയുന്നു, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ വൈകുന്നേരവും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ദൈവത്തോടറിയിച്ച കരയുവാനായി തുടങ്ങാം. പ്രിയരെ, ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ മറുപടി ഉണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ആരെല്ലാം കണ്ണുനീർ കാണാതെ പോയാലും, ആരെല്ലാം മുഖം തിരിച്ച് നടന്നാലും, ഈ വാക്യമതാ പറയുന്നത്, എന്നോട് കയർത്തു നിന്ന അനേകരായിരിക്കെ. ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് ദൈവപാദപീഠത്തിൽ ഇരുന്ന് കരയുവാനായി തുടങ്ങിയത്. നാലുപാടും ശത്രുക്കൾ, പ്രതിസന്ധികൾ, കാരണമില്ലാത്ത വേദനകൾ. ആമേൻ. തൊട്ടടുത്ത് എഴുതിയിരിക്കുന്നു, എന്നോട് അടുക്കാതെ വണ്ണം. ഈ രാവിലെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ചില വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന പകലാകട്ടെ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രാർത്ഥിക്കുന്നവനോട് അടുക്കാതെ വണ്ണം അദൃശ്യമായ മതിൽക്കെട്ടുകളെ സൃഷ്ടിക്കുന്നവനാണ് ദൈവം. അടുക്കാതെ വണ്ണം സൂക്ഷിക്കുന്നവനാണ് ദൈവം. ഇന്ന് പകൽ ഈ വചനത്തിന്റെ നന്മ നിങ്ങൾക്ക് ആവശ്യമാണോ? വിടുതൽ ആവശ്യമാണോ? പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കീർത്തനക്കാരൻ പറയുന്നു, എന്നോട് കയർത്ത് നിന്ന
അനേകം പേരുണ്ടായിരുന്നു. സമം എനിക്ക് നേരെ കയറി വന്ന അനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. തൊട്ടടുത്തെഴുതിയിരിക്കുന്നു, എന്നോട് അടുക്കാതെ വണ്ണം. ആമേൻ. ഈ ലോകം മുഴുവനും ഇളകി വന്നാലും പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിന്നോട് അടുക്കാതെ വണ്ണം ഇന്ന് പകൽ ദൈവം ചില ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. ആമേൻ. ചിലത് നിന്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, ജീവിതത്തെ അടുക്കാതെ വണ്ണം. ഈ വാക്യം അങ്ങനെയാ എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവനെ അടുക്കാതെ വണ്ണം. ബൈബിൾ അങ്ങനെയാണല്ലോ പറയുന്നത്. ബാധ നിന്റെ കൂടാരത്തിന് ആമേൻ അടുക്കുകയില്ല. സ്തോത്രം. ഇന്ന് പകൽ വലിയ ദൈവപ്രവൃത്തി, ദൈവിക ഇടപെടലുകൾ, ദൈവിക സംരക്ഷണങ്ങൾ അനുഭവിക്കുവാൻ ആമേൻ ഇടയായി തീരട്ടെ. അടുക്കാതെ വണ്ണം. ആമേൻ. അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തു. മരണകരമായ അനുഭവത്തിലോട്ട് പതുക്കെ പോയിക്കൊണ്ടിരുന്നു. എന്താ കാര്യമെന്നറിയാമോ? എതിർക്കുന്നവർ അനേകരായിരുന്നു. എന്നാൽ ആ പ്രതികൂലങ്ങളൊന്നും എന്നോട് അടുത്തു വരാതെ വണ്ണം ആമേൻ തടുക്കുവാൻ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. ദൈവമേ, നീ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തു. ഈ പകൽ ഒരു വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ചിലരുടെയെങ്കിലും ജീവിതത്തിൽ വെളിപ്പെടുന്ന പകലായി തീരട്ടെ. ആ സങ്കീർത്തനവാക്യം എഴുതി അവസാനിപ്പിക്കുന്നത്, ആമേൻ, വീണ്ടെടുത്ത സമാധാനത്തിലാക്കി. ദൈവം നമ്മെ സമാധാനത്തിലാക്കുന്ന നാളുകൾ, സ്വസ്ഥതയിലാക്കുന്ന ദിവസങ്ങൾ, സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന നിലയിൽ അവസ്ഥകളെയും സ്ഥിതികളെയും മാറ്റുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആമേൻ. കയർത്തു നിൽക്കുന്ന അനേകർ ചുറ്റുമുണ്ടോ? പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണോ കടന്നു പോകുന്നത്? പ്രതിസന്ധികൾ ധാരാളം ജീവിതത്തിലുണ്ടോ? ആമേൻ. ഒന്നും അടുത്തു വരാതെ വണ്ണം ബലമുള്ള ദൈവകരം വെളിപ്പെടുന്ന ദിവസങ്ങളായി തീരട്ടെ. ആമേൻ. അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തു, സമാധാനത്തിലാക്കി. രണ്ട് കാര്യം അതിനകത്ത് നിന്ന് ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഒന്ന്, ആരും എന്നോടടുത്ത് വരാതെ വണ്ണം. ആമേൻ. അല്ലെങ്കിൽ ഒന്നും എന്നോടടുത്ത് വരാതെ വണ്ണം. ഇന്ന് പകൽ കടിച്ചു കീറുമെന്നും തകർത്തെറിയുമെന്നും നശിപ്പിക്കുമെന്നും പറയുന്നത് അടുത്തു വരാതെ വണ്ണം അദർശ്യമായ ദൈവത്തിന്റെ കരം വെളിപ്പെടും. രണ്ട്, സമാധാനത്തിലാക്കി ദൈവം ചിലരെ ചില ഇടങ്ങളിലാക്കുന്ന, ചില നന്മകളിലേക്ക് കൊണ്ടു ചെല്ലുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കാമോ ഇന്നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ, നന്മകളെ കൊടുക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.